അപ്പോൾ ഈ സൈറ്റ് പ്രകാരം 11:16 സിറ്റി സെൻറ്ററിലേക്ക് ഒരു ബസ് ഉണ്ടെന്നാണ് പറയുന്നത്. 11:16 അതായത് ഏകദേശം 19 മിനിറ്റിനുള്ളിൽ സിറ്റി സെൻറ്ററിലേക്ക് ഒരു ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിലേക്കാണ് ഇന്ന് പോകുന്നത്. അതിനോട് തന്നെ ഇവരെത്രത്തോളം സമയനിഷ്ഠതയുള്ള ആൾക്കാരാണോ ഇവിടുത്തുകാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നറിയാൻ വേണ്ടിയാണ് പോകുന്നത്. എന്തായാലും പോയി നോക്കാം. 11:16 റോളി നമ്പർ 36, അതായത് നമ്പർ 36 എന്നുള്ള ബസ്. ഒരു കാര്യം മറന്നു, എന്തായാലും അതെടുത്തേക്കാം. 11:16 ബസ്. ഏകദേശം 10 മിനിറ്റ് കൂടിയുണ്ട്. എന്തായാലും ഒരു കോഫി കുടിച്ചിട്ടാകാം ഇന്നത്തെ യാത്ര അല്ലേ. Then jedno cappuccino prosím. സമയം 11:16 നോക്കാം ബസ് വരുന്നുണ്ടോ. കണ്ടില്ലേ, ബസ് വന്നു. 36. സമയനിഷ്ഠത വളരെയുള്ള ആൾക്കാരാണ് ബർണോ സിറ്റിയിലുള്ള ആൾക്കാർ. 11:16 വരേണ്ട ബസ് 11:16 തന്നെ വന്നു. വളരെ വലിയ നല്ല കാര്യം. എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബർണോയിലെ തന്നെ സ്പിൽബർഗ് എന്ന് പറയുന്ന ഒരു കാസിലാണ്. കാസിന് വളരെയേറെ സവിശേഷതകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കാസിൽ ഏകദേശം ആ ഭാഗത്തായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ ടിക്കറ്റ് എടുക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. മൊബൈലിനകത്ത് തന്നെ ആ സൈറ്റിനകത്തൂടെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം അങ്ങനെ ജനങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പല കാര്യങ്ങളാണ് ഈ സിറ്റി ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സ്പിൽബർഗ് കാസിലിൻ്റെ എൻട്രൻസ് ഇതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ വ്യൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാസിലിൻ്റെ സ്റ്റെപ്പ് ഞാൻ കയറുകയാണ്. ഈ കാസിൽ കയറുന്നതിനോടൊപ്പം ഈ ചെക്ക് റിപ്പബ്ലിക്കിനെ പറ്റി ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. സഞ്ചാരം എന്ന് പറയുന്ന ചാനൽ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യത്തെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പുള്ളി പറഞ്ഞത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യം. പിന്നോക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊഹിക്കാവുന്നതിനെക്കാട്ടിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നിരുന്ന ഒരു രാജ്യമാണ്. അതായത് കാശിന് വേണ്ടി സ്വന്തം ശരീരം വരെ വിൽക്കുന്ന ഒരവസ്ഥയിൽ ആയിരുന്ന ഒരു രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ആ ചെക്ക് റിപ്പബ്ലിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ഈ സമയനിഷ്ഠത ഞാൻ പല ഇടത്തും കണ്ടിട്ടുണ്ട്. അതായത് വില്ലേജുകളിൽ പോയി നോക്കിയെന്ന് പറഞ്ഞാലും ഈ സമയനിഷ്ഠത നമുക്ക് എല്ലായിടത്തും കാണാം എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും സ്പിൽബർഗ് എന്ന് പറയുന്ന കാസിലിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നത് ഏകദേശം ആ സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ അതുവഴി വന്ന് ഇതുവഴി ഇങ്ങനെ കയറി ഇനിയിപ്പോൾ ഇങ്ങനെ അകത്തോട്ട് പോയിട്ട് ഈ കാസിൽ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. 1277 സ്പിൽബർഗ് കാസിൽ ഉണ്ടാക്കുന്നത്. അന്ന് ഇതൊരു കൊട്ടാരം മാത്രമായിരുന്നു. പിന്നീട് യുദ്ധകാലത്ത് ഇതിനെ ഒരു മിലിറ്ററി ബേസ് ആയിട്ട് കൺവേർട്ട് ആക്കുകയും പിന്നീട് 1784 ഇതിനെ ഒരു കാരാഗ്രഹം അല്ലെങ്കിൽ ജയിലായിട്ട് കൺവേർട്ട് ആക്കി എന്നാണ് ചരിത്രം പറയുന്നത്. ഓസ്ട്രിയ ഹംഗറിയിലെ തന്നെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാരാഗ്രഹമായിരുന്നു സ്പിൽബർഗ് കാസിൽ എന്ന് പറയുന്ന ഈ കാരാഗ്രഹം എന്നാണ് വേറൊരു ചരിത്രം പറയുന്നത്. എന്തായാലും ഈ സിറ്റിയുടെ 4 ഭാഗവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം എന്നുള്ളത് സ്പിൽബർഗ് കാസിലിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ യൂറോപ്പ് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ
ഈ സ്പിൽബർഗ് കാസിൽ കാണാൻ ശ്രമിക്കുക. ബ്രെനോയുടെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം എന്നുള്ളതാണ് ഈ കാസലിൻ്റെ വളരെയേറെയുള്ള പ്രത്യേകതകൾ. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ ഇതാണ്. കണ്ടില്ലേ, കാണുന്നതെല്ലാം ബ്രെനോ സിറ്റിയാണ്. പണ്ടത്തെ ആൾക്കാരുടെ ചിന്താഗതി വളരെ വലുതായിരുന്നു എന്നാണ് എനിക്ക് കാസിൽ കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും വലുതായിട്ടുള്ള ഒരു കാസിൽ സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ആ ചിന്താഗതി. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.